നിങ്ങളുടെ അനുജന്മാര് മരിക്കുമ്പോ, നിങ്ങളെ ജ്യേഷ്ഠന്മാര് മരിക്കുമ്പോ നിങ്ങൾക്ക് മനസ്സിൽ ദുഃഖം തോന്നാറുണ്ടോ? നിങ്ങളുടെ മച്ചുനന്മാര്, മൂത്താപ്പാന്റെ അളാപ്പാന്റെ മക്കള്, കൂട്ടുകാരെ പോലെ നമ്മൾ ഇടപഴകുന്ന നമ്മുടെ ജ്യേഷ്ഠാനുജന്മാരല്ലേ അവരൊക്കെ. അവര് മരിക്കുമ്പോ നമുക്ക് മനസ്സിൽ വിഷമം തോന്നാറുണ്ടോ? പല അങ്ങനെ അനുഭവം പലർക്കും ഉണ്ടായിട്ടുണ്ടാവല്ലോ അല്ലേ? കൗമാരക്കാരായ അവരുടെ പ്രായത്തിൽ അപകടത്തിലൊക്കെ മരിച്ചുപോയി മൂത്താപ്പാന്റെ മക്കളെ, എളാപ്പാന്റെ മക്കളെ ഓർത്തിട്ട് കുറെ കരഞ്ഞവരുണ്ടാവും. ഞാൻ ജോലി ചെയ്യുന്ന നാട്ടില് ഒരു ചെറുപ്പക്കാരനുണ്ട്. മാനസികമായിട്ട് ചെറിയൊരു പ്രയാസം അദ്ദേഹത്തിനുണ്ട്. കാരണം അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്ത് മരിച്ചുപോയത്, ഒരു അപകടത്തിൽ പെട്ടെന്ന് മരിച്ചുപോയപ്പോ പെട്ടെന്ന് ഷോക്കായി പോയത്, ആ സമനില തന്നെ തെറ്റിപ്പോവാണ്. അങ്ങനെ ആർക്കെങ്കിലും അനുജന്മാര്, ജ്യേഷ്ഠന്മാര്, മൂത്താപ്പാന്റെ മക്കളെ, എളാപ്പാന്റെ മക്കള്, കൂട്ടുകാര് ഒക്കെ മരിക്കുമ്പോ മനസ്സിൽ ദുഃഖം തോന്നാറുണ്ടോ? എന്നാൽ മഹാനായ ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു അൻഹുവിന്റെ മയ്യത്തിന്റെ അരികിൽ നിന്ന് മുത്തുനബി തങ്ങൾ കരഞ്ഞുപോയ ആ രംഗത്തെ പറ്റി ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. അല്ലാഹുവേ, എന്റെ പ്രിയപ്പെട്ട ഹംസയെ കൊന്ന പോലെ ഖുറൈശികളിലെ 70 ആളുകളെ ഞാൻ കൊലപ്പെടുത്തും തമ്പുരാനെ. കാരുണ്യത്തിന്റെ ദൂതരായ മുത്തുനബി തങ്ങൾക്ക് പോലും ഒരു നിമിഷം ഹബീബിന് നിയന്ത്രണം നഷ്ടപ്പെട്ടു പോയ രംഗം. പഠിച്ചോനെ, എന്റെ ഹംസയെ കൊന്നത് എനിക്ക് സഹിക്കാൻ കഴിയില്ല. അതിന് പകരം 70 ആളുകളെ ഞാൻ ഖുറൈശികളിൽപ്പെട്ട 70 പേരെ ഞാൻ കൊലപ്പെടുത്തും തമ്പുരാനെ. എന്റെ ഹംസയെ ചെയ്ത പോലെ കൈകാലുകൾ വെട്ടിയെറിഞ്ഞ് കണ്ണും മൂക്കും അരിഞ്ഞെടുത്ത് അവരെ ഞാൻ ചിത്രമംഗം നടത്തി അവരുടെ ശവശരീരങ്ങളെ ഞാൻ വികൃതമാക്കും. പഠിച്ചോനെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശപഥം ചെയ്യാ, 7 ആകാശങ്ങൾക്ക് മുകളിൽ നിന്ന് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നു, നബിയേ അത് അങ്ങേക്ക് പറഞ്ഞതല്ല നബിയേ, കാരുണ്യത്തിന്റെ ദൂതരാണ്, അങ്ങ് നിയന്ത്രണം വിട്ടുപോകരുത്, കരുണ പഠിപ്പിക്കാൻ വന്നവരാണ്, അങ്ങ് വിട്ടുവീഴ്ച പഠിപ്പിക്കാൻ കടന്നു വന്നവരാണ്, അങ്ങ് ക്ഷമിക്കാൻ പഠിപ്പിച്ച ഗുരുവാണ്, അങ്ങ് അങ്ങനെ പറയരുത്. നിങ്ങൾ പകരം വീട്ടുകയാണെങ്കിൽ തുല്യമായ രീതിയിൽ പകരം വീട്ടിക്കോളൂ. നിങ്ങൾ ക്ഷമിക്കുകയാണെങ്കിൽ അതാണ് നിങ്ങൾക്ക് നല്ലത് എന്ന് അല്ലാഹു പറഞ്ഞപ്പോ തന്റെ മനസ്സിലുണ്ടായിരുന്ന സകല ശത്രുതയും ദുഃഖവും പ്രയാസവും നബിതകൾ മാറ്റിവെച്ച് അല്ലാഹുവിന്റെ ഹബീബ് കൊന്നവർക്ക് പുറത്തു കൊടുക്കുക. നബിതങ്ങൾ കരഞ്ഞുപോയ നിമിഷങ്ങളിൽ ഒന്നായിരുന്നത് ഹംസ റളിയല്ലാഹുവിന്റെ മയ്യിത്ത് കണ്ടപ്പോൾ അത്രയേറെ ഹബീബിന് താങ്ങും തടലുമായിരുന്ന നബിതങ്ങളുടെ നബിതങ്ങളുടെ സഹോദരൻ, മുലകുടി ബന്ധത്തിലെ സഹോദരൻ കൂടിയാണ് ഹംസ റളിയല്ലാഹു. മുസ്ലിം ആകുന്നതിന് മുമ്പ് തന്നെ നബിതങ്ങളെ വല്ലാതെ ഇഷ്ടപ്പെട്ട മനുഷ്യനാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പരിപാടിയുടെ ചെലവിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു ബക്കറ്റ് പിരിവ് നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പൊ ബക്കറ്റുമായി നിങ്ങൾ അടുത്തേക്ക് വരുമ്പോൾ എല്ലാവരും ഒരു നല്ല സംഖ്യ ഇൻഷാ അല്ലാഹ് ആ ബക്കറ്റിലേക്ക് കൊടുക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പഠിച്ചോനെ, ഈ വിശുദ്ധമായ പരിപാടിയിൽ സ്വതക്ക ചെയ്ത മുഅ്മിനീങ്ങൾക്കെല്ലാം അടുത്ത റബീഉൽ അവ്വൽ വരെ അവർക്ക് നീ ആയുസ് നീട്ടി കൊടുക്കണേ റബ്ബേ. അടുത്ത റബീഉൽ അവ്വലിന്റെ മുമ്പ് അവരെ നീ മരിപ്പിക്കല്ലേ റബ്ബേ. ഇനിയും ഒരുപാട് റബീഉൽ അവ്വൽ ഒരുമിച്ച് കൂടാൻ അവർക്കും ഞങ്ങൾക്കും നീ തൗഫീഖ് നൽകണേ റബ്ബേ. ഇൻഷാ അല്ലാഹ് എല്ലാവരും ഒന്ന് കാര്യമായിട്ട് സഹായിക്കാം. വളരെ 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 നല്ലൊരു മജ്ലിസാണ്. അല്ലാഹു നമ്മുടെ ഈ സദസ്സിനെ സ്വീകരിക്കട്ടെ. ആർക്കെങ്കിലും പ്രിയപ്പെട്ട അനുജന്മാര്, ജ്യേഷ്ഠന്മാരൊക്കെ മരിച്ചു പോകുമ്പോ ദുഃഖം ഉണ്ടെങ്കിൽ മഹാനായ ജാഫർ റളിയല്ലാഹു അൻഹു മരിച്ചപ്പോ, അദ്ദേഹം കൊല്ലപ്പെട്ടപ്പോ, ഷഹീദായപ്പോ മുത്തുനബി തങ്ങളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ജാഫർ റളിയല്ലാഹു അൻഹു എത്ര സ്നേഹിച്ചിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വല്ലാത്ത സ്നേഹമായിരുന്നു. ഖൈബർ യുദ്ധം കഴിഞ്ഞ് ജാഫർ റളിയല്ലാഹു അൻഹു വരുമ്പോ യുദ്ധം ജയിച്ചിട്ട് ജാഫർ റളിയല്ലാഹു അൻഹു കൂട്ടരൊക്കെ വരികയാണ്. അപ്പൊ നബി തങ്ങളുടെ മുഖം ഇങ്ങനെ ചന്ദ്രനെ പോലെ പ്രകാശിക്കുകയാണ്. ആയിഷ ബീബി പറയാണ്, നബി തങ്ങൾ എന്തിനാ സന്തോഷിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവണില്ല. ഖൈബറിൽ ജയിച്ചത് കൊണ്ടാണോ, ജാഫർ തിരിച്ചു വന്നത് കൊണ്ടാണോ? അത്രയേറെ നബിതങ്ങൾ ആത്മാർത്ഥമായി സ്നേഹിച്ച തന്റെ പ്രിയപ്പെട്ട സഹോദരനാണ്, എളാപ്പാന്റെ മകനാണ്, മൂത്താപ്പാന്റെ മകനാണ് ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു. സ്വന്തം അനിയനെ പോലെ മുത്തുനബിതങ്ങൾ കണ്ട സ്വഹാബിയാണ്. വല്ലാത്ത സ്നേഹമായിരുന്നു. ഒരിക്കൽ സ്വഹാബിമാരൊക്കെ ഇങ്ങനെ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഒരു സദസ്സിൽ നബിതങ്ങൾ പറഞ്ഞു ജഅഫറിനോട്, ജഅഫറേ, നീ എന്നെ പോലെ, എന്റെ സ്വഭാവവും നിനക്ക് എന്നെ പോലെ തന്നെയാണ്, എന്റെ ശരീരപ്രകൃതിയും എന്നെ പോലെയാണല്ലോ നീ. ശരീരപ്രകൃതിയിലും സ്വഭാവത്തിലും നീ എനിക്ക് സദൃശനാണല്ലോ ജാഫറേ എന്ന് പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ജാഫർ റളിയല്ലാഹു നബി തങ്ങളോട് അത്രയും സാദൃശ്യം, രണ്ടാളെയും ഒരുപോലെയാണ് കണ്ടാൽ തോന്നുന്നത്. ഒരേ ചോരയിൽ നിന്ന് പിറന്നവരല്ലേ. ആ വർത്താനം കേട്ടിട്ട് ജാഫറേ, രൂപത്തിലും സ്വഭാവത്തിലും നീ എന്നെ പോലെയാണല്ലോ എന്ന് പറഞ്ഞപ്പോ ജാഫർ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്ന് ആ സദസ്സിൽ നൃത്തം ചെയ്യുകയാണ്. സന്തോഷം അടക്കാൻ കഴിയാതെ ജാഫർ റളിയല്ലാഹു അൻഹു നൃത്തം ചെയ്യാൻ
മുത്തുനബി തങ്ങൾ ഒന്നും പറയാതെ സന്തോഷത്തോടെ ഇത് കണ്ടു നിൽക്കുകയാണ്. ജാഫറെ നൃത്തം വെക്കണ്ട, ഡാൻസ് ഒന്നും വേണ്ട, അത് നമുക്ക് ശരിയല്ല എന്നൊന്നുമല്ല. ജാഫർ എല്ലാവരും ചെയ്താല് നബിതങ്ങൾക്ക് അത് വിഷയമുള്ള സന്തോഷത്തോടെ നബിതങ്ങൾ ആസ്വദിക്കുകയാണ്. അത്രയേറെ മുത്തുനബിതങ്ങൾ സ്നേഹിച്ച ജാഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു സ്വന്തം അനിയനെ പോലെ കണ്ട സ്വഹാബിയാണ് മുഅ്തത്ത് യുദ്ധത്തിലേക്ക് പറഞ്ഞേക്കുന്നത്. നബിതങ്ങൾ പറഞ്ഞു, യുദ്ധത്തിന് പോകുമ്പോ ജാഫർ കൊല്ലപ്പെട്ടാൽ ഇന്നാള് നേതാവാകണം, അബ്ദുല്ലാഹി ഇബ്നു റവാഹ കൊല്ലപ്പെട്ടാൽ ഇന്നാള് നേതാവാകണം. ആ പറച്ചില് തന്നെ ഉണ്ട്, രണ്ടാളും ഇനി ജീവനോടെ തിരിച്ചു വരൂല എന്ന്. അല്ലെങ്കിൽ അങ്ങനെ പറയേണ്ട കാര്യമില്ലല്ലോ, അതൊരു സൂചനയാണ്. ജാഫർ ഇനി ഒരിക്കലും നീ മദീനത്തേക്ക് ജീവനോട് തിരിച്ചു വരൂല. ജാഫർ അല്ലാഹുവിന്റെ വീട് വിട്ടിറങ്ങാൻ പറക്കമുറ്റാത്ത പിഞ്ചു മക്കളാണ്. വീട് വിട്ടിറങ്ങുമ്പോഴും അദ്ദേഹത്തിന് മനസ്സില്ല, മക്കളുടെ മുഖം വന്നില്ല. മുത്തുനബി തങ്ങളുടെ മുഖം മാത്രമാണ് കൽബിലുണ്ടായത്. അദ്ദേഹം മൊത്തത്തിലേക്ക് യുദ്ധത്തിന് വേണ്ടി പോവാൻ മദീനയിലിരുന്ന് ആ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധത്തിന്റെ രംഗങ്ങൾ ഓരോന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബിമാർക്ക് വിവരിച്ചു കൊടുക്കുകയാണ്. പെട്ടെന്ന് നബി തങ്ങളുടെ മുഖം മ്ലാനമായി, ആ മുഖം ചുവന്നു തുടുത്തു, ആ കണ്ണുകളിൽ കണ്ണുനീർ പൊടിഞ്ഞു. തങ്ങൾ പറഞ്ഞു, ജാഫർ, പ്രിയപ്പെട്ട ജാഫർ കൊല്ലപ്പെട്ടിരിക്കുന്നു. ഇനി ജാഫറിന്റെ മക്കൾക്ക് പിതാവില്ല. ആ വിവരം പറയാൻ വേണ്ടി മുത്തുനബി തങ്ങൾ ജാഫർ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് പോവാൻ. പിഞ്ചു മക്കൾ ഓടി വന്നു. ഉപ്പയെ പോലെ ഒരാൾ വന്നിരിക്കുന്നു, ഉപ്പയാണെന്ന് കരുതി ഓടി വരികയാണ്. എട്ടും പൊട്ടും തിരിയാത്ത മക്കൾ. മുത്തുനബി തങ്ങൾക്ക് കാഴ്ച കണ്ട് ദുഃഖം താങ്ങാൻ പറ്റിയില്ല. ജാഫർ റളിയല്ലാഹു അൻഹുവിന്റെ യതീമായ പിഞ്ചു മക്കളെ കണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കരഞ്ഞു പോവുകയാണ്. അവിടുന്ന് സ്വഹാബിമാരോട് പറഞ്ഞു, ഇസ്നഊ ലി ജഅഫരിൻ തുആമാ, ജാഫറിന്റെ മക്കൾക്ക് നിങ്ങൾ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക. ആ വീട്ടിൽ നിന്ന് അടുപ്പ് പുകയൂല. ആ കുഞ്ഞുമക്കൾക്ക് ഭക്ഷണവുമായി ജാഫർ വരൂല. ഇനി ജാഫർ തിരിച്ചു വരൂല. ആ മക്കളെ നിങ്ങൾ ഏറ്റെടുക്കണമെന്ന് കണ്ണുനീരോടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിറങ്ങും. തന്റെ ഇടത്തും വലത്തുണ്ടായിരുന്ന എത്ര ആളുകളെ മുത്തുനബി തങ്ങൾക്ക് നഷ്ടപ്പെട്ടു. ആ യാത്രയിൽ 23 വർഷത്തെ നബി തങ്ങളുടെ പ്രബോധനത്തിന്റെ യാത്രയിൽ ഇടത്തും വലത്തുണ്ടായിരുന്ന എത്രയെത്ര പ്രമുഖന്മാരായ തന്റെ പ്രിയപ്പെട്ട അനുചരന്മാരെ നബി തങ്ങൾക്ക് നഷ്ടപ്പെട്ടു. ഓരോരുത്തരായി കൊഴിഞ്ഞു പോകുമ്പോഴും, ഓരോരുത്തരായി രക്തം വാർന്ന രണാങ്കണത്തിൽ മരിച്ചു കിടക്കുന്നത് കാണുമ്പോഴും തളരാതെ ഈ വിശുദ്ധമായ ദീനിന്റെ പതാകയെ ഈ ഉമ്മത്തിന് കൈമാറി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് സഹോദരങ്ങളെ, ജീവിതത്തിൽ ഏതു പ്രയാസഘട്ടങ്ങൾ വന്നാലും നമ്മൾ തളരരുത്. വഅലല്ലാഹി ഫതവക്കലു ഇൻ കുൻതും മുഅ്മിനീൻ. നിങ്ങൾ മുഅ്മിനീങ്ങളാണെങ്കിൽ അല്ലാഹു നിങ്ങളെ ഏൽപ്പിച്ചോളൂ. മുഅ്മിനീങ്ങളാണെങ്കിൽ പടച്ചോനെ ഏൽപ്പിച്ചോളൂ. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് കരഞ്ഞ് കരഞ്ഞ് ജീവിതം കഴിച്ചു കൂട്ടാം എന്ന് അല്ലാഹു ഓർമ്മപ്പെടുത്തുക. ഖുല്ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ ഹുവ മൗലാനാ വഅലല്ലാഹി ഫലതവക്കൽ മുഅ്മിനൂൻ. പടച്ചോൻ കണക്കാക്കിയതല്ലാതെ ഒന്നും വരില്ല കേട്ടോ. നിങ്ങൾ ക്ഷമയോടുകൂടി അതിനെ തരണം ചെയ്യൂന്ന് മുത്തുനബി തങ്ങൾ വെറുതെ ഖുർആൻ ഓതി പഠിപ്പിച്ചു കൊടുക്കല്ലേ ചെയ്തത്. തീക്കനലിലൂടെ കടന്നുപോയി ജീവിതം കാണിച്ചു കൊടുത്തു. നിങ്ങൾ എന്നെ കണ്ടുപിടിച്ചോളൂ. എന്റെ മക്കളിൽ 6 പേരും മരിച്ചു നിങ്ങൾ കണ്ടില്ലേ? എനിക്ക് ബാപ്പയെ കാണാൻ പറ്റിയിട്ടില്ല. എന്റെ ഉമ്മയെ കൂടുതൽ കാലം എനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്നെ ആരും എനിക്കാരും താങ്ങും തണലുമായിട്ടില്ല. എന്റെ റബ്ബായ അല്ലാഹു അല്ലാതെ എനിക്കൊരു രക്ഷിതാവുമില്ല എന്ന് ജീവിതം കൊണ്ട് പഠിപ്പിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു മനുഷ്യൻ തന്റെ ജീവിതത്തിലൂടെ കടന്നു പോവാൻ സാധ്യതയുള്ള സകല പരീക്ഷണങ്ങളും നബി തങ്ങൾക്ക് അല്ലാഹു കൊടുത്തിട്ടുണ്ട്. ദാരിദ്ര്യം കൊണ്ട് നിങ്ങൾക്ക് പ്രയാസമുണ്ടോ? ദാരിദ്ര്യം കൊണ്ട് ആരെങ്കിലും ബുദ്ധിമുട്ടുന്നുവോ? കടക്കണിയിൽ ആരെങ്കിലും മനം നൊന്ന് കഴിയുന്നുവോ? വഫാത്താകുന്ന സമയത്ത് ഒരു ജൂതനായ മനുഷ്യന്റെ അരികിൽ നബി തങ്ങളുടെ പടയങ്കി പണയത്തിലാണ്. പണയം വെച്ചിട്ട് എന്താ വാങ്ങിയതെന്നറിയോ? ഭക്ഷണമാണ് വാങ്ങിയത്. അത്രയേറെ പട്ടിണിയിലാണ് മുത്തുനബി തങ്ങളുടെ വീട്. ഒരു ദിവസം പോലും നല്ല ഭക്ഷണം കഴിച്ച് വയറ് നിറച്ച് കിടന്നുറങ്ങിയിട്ടില്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അല്ലാഹുവിലേക്ക് മടങ്ങുന്നത് വരെ കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവർ മുത്തുനബി തങ്ങളുടെ ജീവിതം കണ്ടുപിടിക്കൂ. ദാരിദ്ര്യം കൊണ്ട് ആർക്കെങ്കിലും പ്രയാസമുണ്ടോ? നമുക്കൊന്നും വിശപ്പിന്റെ വിലയറിയേണ്ട സാഹചര്യം ഇന്നില്ല. അല്ലാഹു നമ്മുടെ നിഅമത്തുകൾ നിലനിർത്തി തരട്ടെ. ആരെങ്കിലും വിശപ്പിന്റെ പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നുവെങ്കിൽ അവർ മുത്തുനബി തങ്ങൾ അനുഭവിച്ച വിശപ്പ് അവരൊന്ന് ഓർത്തുകൊള്ളട്ടെ. രാത്രി സമയത്ത് വിശന്നിട്ട് നമുക്ക് ആർക്കെങ്കിലും ജീവിതത്തിൽ എപ്പോഴെങ്കിലും വിശപ്പ് കൊണ്ട് കിടന്നിട്ട് ഉറക്കം വരാത്ത ഒരു രാത്രി നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ടോ? നമ്മൾ വിശപ്പ് അനുഭവിച്ചിട്ടുണ്ട്. റമളാനിൽ നോമ്പെടുക്കും,
നോമ്പെടുക്കുമ്പോൾ ഉച്ചതിരിഞ്ഞാൽ നമുക്കൊരു വിശപ്പ് അനുഭവപ്പെടാറുണ്ട്. അതിലപ്പുറം എന്ത് വിശപ്പാണ് നമ്മൾ അനുഭവിച്ചിട്ടുള്ളത്. രാത്രി വിശപ്പ് കൊണ്ട് ഉറക്കം വരാതെ തിരിഞ്ഞും മറിഞ്ഞും കിടന്ന ഒരു സമയം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? മുത്തനബി തങ്ങൾ വിശന്നിട്ട് ഉറക്കം വരാതെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ സദീഖ് റളിയല്ലാഹു കണ്ടില്ലേ, ഉമർ റളിയല്ലാഹു കണ്ടില്ലേ? അവര് പോയി അൻസാരിയുടെ ഒരു വീട്ടിൽ ചെന്ന് ഭക്ഷണം കഴിച്ചില്ലേ? അപ്പോഴും നബി തങ്ങൾ ഓർമ്മപ്പെടുത്തിയത് ഇത് അല്ലാഹ് തന്ന നിഅമത്താണ്, ഇതിനെപ്പറ്റി അല്ലാഹു ചോദിക്കുമെന്നല്ലേ. ഇത്രയേറെ ലോക ജനതക്ക് നന്മ പകർന്നു കൊടുത്ത ഒരു ചരിത്ര പുരുഷനെ നമുക്ക് കണ്ടെത്താൻ കഴിയുമോ? മനുഷ്യ ചരിത്രത്തെ തനിക്ക് മുമ്പുള്ള ചരിത്രമെന്നും തനിക്ക് ശേഷമുള്ള ചരിത്രമെന്നും രണ്ടായി പകുത്ത ഒരു യുഗപുരുഷനെ ലോകമേ ഇനി നീ പ്രസവിക്കാനില്ല. ലോകപ്രവാചക തിരുനബിയെ സയ്യിദുൽ മുഖ്താർ ജീവേ, പാരിൽ പ്രകാശത്തിൻ കമറൊളിവേ, അഹ്മദേ ഹഖേ തെളിവേ. ലോകപ്രവാചക തിരുനബിയെ സയ്യിദുൽ മുഖ്താർ ജീവേ, പാരിൽ പ്രകാശത്തിൻ കമറൊളിവേ, അഹ്മദേ ഹഖേ തെളിവേ. യാ റസൂലല്ലാഹ് യാ ഹബീബല്ലാഹ് യാ റസൂലല്ലാഹ് യാ ഹബീബല്ലാഹ്. വിണ്ണിലെ താരകം പ്രഭ പൊഴിച്ച് മണ്ണിലിറങ്ങി വന്നതോ, അമ്പൽ കുളത്തിലെ പായൽ വിരിപ്പിൽ താമരയായി വിരിഞ്ഞതോ, കാരക്ക പൂക്കുന്ന ചുടുമണൽ കാട്ടിൽ താരമായി വന്ന റസൂലുള്ളാഹ്. ചെമ്പകപ്പൂവിൻ ഗന്ധം പൊഴിക്കും അല്ലി മലർ തേനൂറുള്ളാഹ്.